ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്നാൽ എല്ലാവരുടെയും ഒരു അടിസ്ഥാന പാർപ്പിടം എന്ന് പറയുന്ന വീടാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീടൊന്ന് പരിചയപ്പെട്ടാലോ? എല്ലാവർക്കും നമ്മുടെ വീടൊന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇതാണ് നമ്മുടെ ഹോള്. ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ടി വി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ദിവാങ്കോട്ട് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ കസേര ടേബിൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഇവിടെ വെച്ചാട്ടോ. പിന്നെ ഞാൻ കിടക്കുന്ന റൂം ഇതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം ഇതാണ്. ഇവിടെ ഫാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു പഴയ അലമാര. ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം എന്ന് പറഞ്ഞാൽ ഹോളിന്ന് ഇങ്ങനെ വരുന്ന അതാ. ഇവിടെയാണ് മസിമ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം. ഇവിടെ ഒരു കട്ടില്. ഇതാണ് അനിയന്റെ റൂം. പിന്നെ ഇവിടെ ഒരു മേശ, ഫാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണ്ട നമ്മുടെ ഭിത്തിയില് വരച്ച് വെച്ചേക്കുന്നുണ്ട. ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം. ഇവിടെ സാധനങ്ങളൊക്കെ നമ്മൾ വെക്കുന്ന കേട്ടോ. പിന്നെ തുണി ഇടുന്ന സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്. തുണിയൊക്കെ ഇവിടെ നമ്മൾ വിളിച്ചിട്ടേക്കുന്ന കേട്ടോ. ഇടാനുള്ളത് വെക്കാം, പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഇവിടെ ഇട്ടേക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ അടുക്കള. പാത്രങ്ങളൊക്കെ വെക്കാൻ ഇവിടെ ഒരു അലമാര സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ സ്ഥലമില്ലാത്തോണ്ട് ഇവിടെ ഇട്ട് വെച്ചതാ. പിന്നെ ഗ്യാസ് കുറ്റിയുണ്ടോ, ഇന്ന് കിട്ടിയതാ. ഫുൾ കുറ്റിയാ. അടുത്തോട്ട് വെച്ചേക്കാം കേട്ടോ. ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, മറ്റേ തീർന്നിട്ടില്ല, അതുകൊണ്ട് വെച്ചിട്ടില്ല. ഇവിടെ നമുക്ക് സിമ്മിനില്ല കേട്ടോ. അപ്പൊ ഈ അടുക്കള വേവിക്കത്തൊന്നുമില്ല. അപ്പൊ അതിനായിട്ട് പുതിയതായിട്ട് ഒരു അടുക്കള നമ്മൾ വെളിയിലിട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉമ്മ ഒന്ന് വേവിക്കുക. കുഞ്ഞു മോനും കൂടെ ഉണ്ട് കേട്ടോ. അവര് കണ്ട് പഠിക്കാനായിട്ട് നിൽക്കുക കേട്ടോ. ഇവിടെ കോവയ്ക്ക് വീഴ്ച കേട്ടോ. ഇതാണ് ഉമ്മ. കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻകറി, ചക്ക, ചോറ്, കോവയ്ക്ക് വീഴ്ച, വറുത്തത് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിച്ചാ മതി. സ്കൂളിൽ പോയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ടാങ്ക് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. വെയിലൊക്കെ കൊണ്ടിരിക്കുക. നല്ല വെയില കേട്ടോ. മറ്റൊന്ന് മഴയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ വെയിൽ വന്നപ്പോ നമുക്ക് ആടിപ്പോയി. ഇവിടെ ഒന്ന് നോക്കിയാണ്ട് അമ്പലമൊക്കെ നമ്മുടെ എല്ലാം നമുക്ക് നല്ലോണം കാണാം. നമ്മുടെ അമ്പലം, വീടുകള് എല്ലാം ഉണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരിസരവും വീടും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.